ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവമായിട്ടുള്ള യേശുക്രിസ്തു മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വരികയും നമ്മൾക്ക് വേണ്ടി പാപമായി തീരുകയും നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ മരിക്കുകയും ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മളോട് ഇന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യാം അല്ലേ. ദൈവത്തിന്റെ കിങ്ഡത്തിൽ നമ്മൾ വർക്ക് ചെയ്തില്ല എങ്കിൽ എന്തായി തീരുമെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളോട് ആരെങ്കിലുമൊക്കെ ഗോസ്പൽ ഷെയർ ചെയ്തത് കൊണ്ടാണല്ലോ അല്ലെ നമ്മൾ ഇന്ന് യേശുവിനെ അറിയാനുള്ള ഇട വന്നത്. അപ്പൊ അതുപോലെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കിങ്ഡത്തിൽ ഒരുപാട് വേക്കൻസികൾ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് ഒരുപാടുണ്ട്, പക്ഷെ കൊയ്യാൻ ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും കൊയ്ത്തുകാരായിട്ട് കളത്തിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ അത് വെറുതെ വാക്കിൽ മാത്രമുള്ള ഉള്ളതല്ല അല്ലെ. അത് ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, പവറാണ്. അപ്പൊ ദൈവത്തിന്റെ പവറോട് കൂടി തന്നെ വർക്ക് ചെയ്ത് ഈ അവസാന കാലഘട്ടത്തിൽ ഇത്രയധികം എന്താ പറയുക ഇരുട്ടായിരിക്കുന്ന ഈ സമയത്ത് അല്ലെ, നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ക്രൈമുകളൊക്കെ നടക്കുന്നു, കുറ്റങ്ങളൊക്കെ നടക്കുന്നല്ലേ. നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങളും അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരുപാട് അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ടല്ല ശക്തിയോടുകൂടി തന്നെ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് എലൈജാന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം എലൈജാനെ പറ്റി നമുക്ക് വളരെയധികം ശക്തനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ പ്രോഫറ്റ് ആയിരുന്നു എലൈജ അല്ലെ. അപ്പൊ ഏലിയാവ് അല്ലെ. അപ്പൊ ദൈവം എലൈജനെ എങ്ങനെ ഉപയോഗിച്ചു, അപ്പൊ ഇസ്രായേലിന് മൊത്തമായിട്ട് ഉപയോഗിച്ച കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. ആ സെറാഫത്തിൽ ഉണ്ടായിരുന്ന ആ വിധവയ്ക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ദൈവം ഉപയോഗിച്ചു അല്ലെ. അതിനെപ്പറ്റി നമുക്കൊന്ന് വായിക്കാം. അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് കർത്താവേ. അങ്ങനെ പോലെ ദൈവമല്ല, അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ല കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവം കർത്താവ്, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്ന സമയത്ത് തന്നെ ആ നിമിഷത്തെ ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവം കർത്താവ്, ഞങ്ങളുടെ പാവങ്ങൾ ഒരിക്കൽ പോലും തിരിച്ചുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ദൈവം കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കിങ്ഡത്തിന് വേണ്ടി ഞങ്ങൾ ഉപകാരമുള്ളവരാക്കി തീർക്കാനെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യാനും ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾ തിരിച്ചങ്ങനെ കൊണ്ടുവരാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പൊ ഫാദർ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ രാജാക്കന്മാരിലേക്ക് പോകാം. അവിടെ 17ാമത്തെ ചാപ്റ്റർ അല്ലെ എലൈജനെ പറ്റി പറയുന്നത് ടിഷ്ബൈറ്റ് കാരനായ ഏലിയാവ് അല്ലെ, ടിഷ്ബൈറ്റ് കാരനായിട്ടുള്ള എലൈജ. അപ്പൊ നമുക്കറിയാം ആഹാബും ഭാര്യ ജസവലുമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇസ്രയേൽ. രണ്ടുപേരെയും പറ്റി പറയാൻ വാക്കുകളില്ല, അതുപോലെ മോശപ്പെട്ട ആൾക്കാരായിരുന്നു അവർ രണ്ടുപേരും അല്ലെ. ദൈവത്തിന്റെ വഴി നിന്ന് ഒരുപാട് വ്യതിചലിച്ച് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ. ആഹാബ് ചെന്ന് ആ ജസബലിനെ കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ചെയ്തു. മഹാമോശപ്പെട്ട കാര്യമായി പോയി. പക്ഷെ അതോട് തന്നെ എന്താ പറയാ, ഇസ്രായേലിനെ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് അത് നയിച്ചത് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ജഡ്ജസ് ഒക്കെ വായിച്ചു നോക്കുമ്പോ 10ാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞിരുന്ന കാര്യം അല്ലെ, ഈ കനാനിലുള്ള ആൾക്കാരെ എല്ലാം ഓടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവരത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവര് കുറച്ചുപേരെ അവിടെയും കുറച്ചുപേരെ ഇവിടെ ആയിട്ട് അല്ലെ, അവിടെ എന്താ പറയണേ, കംപ്ലീറ്റ് ആയിട്ട് ഓടിക്കാതെ അവിടെ ഇവിടെ എല്ലാ ആൾക്കാരെ അവര് വിട്ടിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണ കാരണം ഇസ്രായേലിനെ വളരെ ശക്തി പ്രാപിച്ചു അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ കനാനിൽ ഒന്നുണ്ടായിരുന്നു. ഇപ്പൊ സീഡോൺ എന്നൊക്കെ പറയുന്നവരും ഒക്കെ കനാനിന്റെ പാട്ടായിട്ട് നിന്നിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സെറാഫത്ത് എല്ലാം ആ സീഡോന്റെ പാട്ടായിട്ട് വരുന്നതാണല്ലോ. അത് എന്റെ എന്താ അർത്ഥത്തിൽ പെടുന്ന കാര്യങ്ങൾ എന്താ. അപ്പൊ അവരെ എല്ലാം ഓടിച്ചു വിടാതെ ഇസ്രായേൽ മക്കൾ നിർത്തിയിരുന്നു. പക്ഷെ ദൈവം എന്നിട്ടും കൂടെ ഇസ്രായേലിനോട് കരുണയോട് പെരുമാറിയിട്ട് കൊണ്ട് ഇസ്രായേല് ശക്തി പ്രാപിച്ചത് കൊണ്ട് ഈ കനാനിലെ ഉള്ള ആൾക്കാരെ അവർ ഫോഴ്സ്ഫുള്ളി തങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഓടിക്കാൻ പറഞ്ഞിട്ട് ഓടിച്ചില്ല. അപ്പൊ ഇവിടെ നമുക്കറിയാം എലൈജ എന്താ പറയുക, ആഹാബിനോട് സംസാരിപ്പിക്കുന്നു. ഇനി ഞാൻ പറയുന്നോടം വരെ ഇവിടെ വെള്ളം ഉണ്ടാകത്തില്ല അല്ലെ, മഴ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവം എലൈജയോട് പറയുന്നു, എന്താ പറയുക, ഈ ബ്രൂക്കിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു.
ചെറീത്ത് അല്ല ചെറീത്ത് എന്നുള്ള ബ്രൂക്കിന്റെ അടുത്തേക്ക് കെരീത്ത് എന്ന് മലയാളത്തിൽ പറയുന്നു. അവിടെ ബ്രൂക്കിന്റെ അവിടെ പോയി അല്ലെ കെരീത്ത് തോടിന്റെ അരികെ ബ്രൂക്കിന്റെ തോടിന്റെ അരികെ പോയിരിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ കാക്കകളെ അല്ലെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി. രാവിലെ ബ്രെഡും മീറ്റുമായിട്ട് ചെല്ലുന്നു, വൈകുന്നേരം അങ്ങനെ ചെല്ലുന്നു. അവിടെ ഇപ്പൊ ആ തോടിൽ വെള്ളമുണ്ട്. എലൈജയ്ക്ക് സുഖമായിട്ടൊരു ജീവിതമുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാതെ കടന്നു പോകുന്നു. പക്ഷെ നാട്ടിൽ മൊത്തം വരൾച്ചയാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ കെരീത്ത് തോടങ്ങ് പറ്റിപ്പോകുന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും ദൈവം ചെയ്തത് കാര്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കെരീത്ത് തോട്ടിന്റെ കരയിൽ നിന്ന് എലൈജ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിധവയായ സ്ത്രീയുണ്ട് അല്ലെ, സറാഫത്തില്. അപ്പൊ അവളുടെ കാര്യം ആര് നോക്കും അല്ലെ. അപ്പൊ ദൈവത്തിന് ഒന്നും തന്നെ സർപ്രൈസ് ആയിട്ട് വരുന്നില്ല അല്ലെ. ദൈവത്തിന് എല്ലാം അറിയാം. നമ്മളെയൊക്കെ ദൈവം ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിയാം അല്ലെ. ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മളെപ്പറ്റി അറിയാവുന്നതാണ്. നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മളെ ദൈവം എന്താ പറയുക ദൈവത്തിന് വേണ്ടി മാറ്റിയതാണ് അല്ലെ. ദൈവത്തിന് നമ്മളെപ്പറ്റി കാര്യങ്ങളെല്ലാം അറിയാം. നമ്മുടെ ഓരോ ദിവസവും തന്റെ ദൈവത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ നമ്മളെപ്പറ്റി എല്ലാവരും അറിയാം. അപ്പൊ ഈ ശറാഫത്തുകാരിയായ സ്ത്രീയുടെ കുഞ്ഞു മരിക്കാൻ പോകുന്നുള്ള കാര്യമെല്ലാം ദൈവത്തിന് അറിയാം അല്ലെ. അപ്പം എലൈജാനെ അവിടുന്ന് ആ എന്താ പറയാ തോടിന്റെ കരയിൽ നിന്ന് സറാഫത്ത് വരെ കൊണ്ടുവരാൻ വേണ്ടി ആണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഈ തോടിനെ ദൈവം അതിന്റെ വെള്ളം വറ്റിച്ചു കളഞ്ഞെന്ന്. കാരണം അങ്ങനെ വിശ്വസിക്കാൻ ഉള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാക്കയിനെ കൊണ്ട് അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും കൊടുക്കാൻ പറ്റുന്ന ദൈവത്തിന് ഈ തോട്ടിലെ വെള്ളം മഴ ഉണ്ടാകുന്നോളം വരെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതല്ലേ. അത് ഡ്രൈ ആക്കാതെ എന്താ പറയാ ഉണക്കി വരണ്ട് കളയാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണല്ലോ നമ്മുടെ ദൈവം. പക്ഷെ അങ്ങനെ ചെയ്യാതെ ആ വെള്ളം അങ്ങ് വറ്റി പോകുന്നു. ദൈവം അനുവദിച്ചിട്ട് തന്നെ ആണല്ലോ വെള്ളം അങ്ങ് വറ്റി പോകുന്നു. അതുകൊണ്ട് ദൈവം അപ്പൊ എലൈജയോട് പറഞ്ഞു, എന്താ പറഞ്ഞ നീ ഇനി സറാഫത്തിലേക്ക് ചെല്ലും അല്ലെ. സറാഫത്തിലേക്ക് ചെല്ലുമ്പോ ഒരു സ്ത്രീയെ കാണുന്നു. ദൈവം അവളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എലൈജയ്ക്കുള്ള ആവശ്യമുള്ള ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ സ്ത്രീക്ക് അത് മനസ്സിലായില്ല. അവരുടെ ആത്മാവിനോടായിരിക്കുമല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൾക്ക് മനസ്സിലായില്ലെന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എലൈജ ഏലിയാവ് ഈ സ്ത്രീയെ ആദ്യമായിട്ട് കാണുമ്പോ അവരോട് എനിക്ക് കുറച്ച് വെള്ളം തരൂ, പിന്നെ എനിക്ക് ഇച്ചിരി ഫുഡ് തരൂ അല്ല എനിക്ക് ബ്രെഡ് തരൂ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ എനിക്കിതിപ്പോ കുറച്ച് മാവേ ഉള്ളൂ, എൻ്റെ കയ്യിൽ കുറച്ച് ഓയിലേ ഉള്ളൂ, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഞാനും എൻ്റെ മകനും അവസാനത്തെ ഭക്ഷണം കഴിക്കാൻ പോകും. കാരണം എന്താ അവര് ആത്മാവിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായില്ല അല്ലെ. അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം, അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം തന്നെ. പക്ഷെ എന്നാലും ദൈവം അവരെ നയിക്കുന്നു അല്ലെ. ദൈവം അവരെ നയിക്കുന്ന അനുസരിച്ച് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ പക്ഷേ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും എലൈജ അവരോട് ഏലിയാവ് അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുമ്പോ നിന്റെ എന്താ പറയാ മാവ് തീർന്നു പോകത്തില്ല, നിന്റെ ഓയില് തീർന്നു പോകത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസമാകുന്നു. കാരണം അവർക്ക് ആത്മാവില് ദൈവത്തിന്റെ വചനമുണ്ട്. നമുക്ക് മനസ്സിലാകാതെ അറിയത്തില്ലെങ്കിലും നമ്മുടെ ആത്മാവില് ദൈവത്തിന് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ദൈവം പറയുമ്പോ നമുക്കത് എന്താ പറയാ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആത്മാവിനോട് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ആ സ്ത്രീ ഇവിടെ അവർക്ക് എന്താ പറയാ വിശ്വാസത്തിന് കുറവൊന്നും ഉണ്ടായില്ല. അവർ വിശ്വസിച്ചു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, തന്റെ വീട്ടിലേക്ക് എലൈജയെ കൊണ്ടുപോകുന്നു, അവരവിടെ ജീവിക്കുവാണ് അല്ലെ. അപ്പൊ പക്ഷെ എത്ര നാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീയുടെ കുഞ്ഞു മരിക്കുന്നു അല്ലെ. 17ാമത്തെ വാക്കുകൊടുത്ത് വായിക്കാം. ഒന്നാമത്തെ രാജാക്കന്മാരുടെ 17ാമത്തെ ചാപ്റ്ററിന്റെ 17ാമത്തെ വാക്കുതൊട്ട് 24 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എലൈജ വന്നത് കൊണ്ട് ദൈവം അവളുടെ എന്താ പറയാ മാവിനെയും എണ്ണയും എല്ലാം അനുഗ്രഹിച്ചു. ആ മാവും എണ്ണയൊന്നും തീർന്നു പോകുന്നില്ല, ആ മാവും എണ്ണയും തീർന്നു പോകത്തില്ല, മഴ ഉണ്ടാകുന്നോടം വരെ എന്നുള്ള കാര്യം ദൈവം എലൈജ വഴി പറഞ്ഞു അല്ലെ. ഇനി 17ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞു, അനന്തരം വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പില്ല, ദീനം കടുത്തിട്ട് അവന് ശ്വാസം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ അവൾ ഏലിയാവിനോട്, അയ്യോ പുരുഷനെ, എനിക്കു നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാവം ഓർമ്മിക്കേണ്ടതിന് എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. എലൈജ അവനോട്, നിന്റെ മകനെ ഇങ്ങു തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്തു താൻ പാർക്കുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിൽമേൽ കിടത്തി അവൻ യഹോവയോട്
എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിഞ്ഞു വീണു. പിന്നെ ദൈവമായ യഹോവേ പിന്നെ എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടക്കി വരുത്തുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്തു മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവിനോട്, നീ ദേവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ 24ാമത്തെ വാക്ക്, സ്ത്രീ ഏലിയാവിനോട് നീ ദേവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാല്, നേരത്തെ മാവ് തീർന്നു പോകാൻ ഇരുന്നിടത്ത് മാവ് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ല, പിന്നെയും മാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് എലൈജയുടെ പ്രസൻസ് കൊണ്ടാണെന്നുള്ള കാര്യം, എലൈജ വഴി ദൈവം ചെയ്യുന്നു എന്നുള്ള കാര്യവും എന്താ പറയുക, ദൈവം ഒരു മഹത്തായ പ്രവൃത്തി ചെയ്യുന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് അറിയാം. പക്ഷെ എന്നിട്ടും കൂടെ ഈ സ്ത്രീ ഇപ്പൊ പറയുവാണ്, നീ ദൈവപുരുഷൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ നമ്മൾക്കവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് സെറാഫത്ത് എന്നുള്ളത് ഈ സ്ത്രീ ഒന്നാമത് ഇസ്രായേലിന്റെ പാട്ടായിട്ട് നിൽക്കുന്ന സ്ത്രീയല്ല, ഇസ്രായേലിലെ ഒരു ജൂത സ്ത്രീയല്ല, അവര് സെറാഫത്തിലുള്ള സ്ത്രീയാണ്, സീഡോൺ എന്നുള്ള ഏരിയയിലുള്ള സ്ത്രീയാണ്. അപ്പൊ കനാനിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവം ഇവരെല്ലാം ഓടിച്ചുവിടാൻ പറഞ്ഞതാണ് ഇസ്രായേൽ മക്കളോട്. പക്ഷെ അവരെ ചെയ്തില്ല. അതുകൊണ്ടാണ് സീഡോൻ ഒക്കെ അപ്പോഴും ഇസ്രായേലിന്റെ അവിടെ ആ ടെറിട്ടറിയിൽ തന്നെ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പം ഇവര് ഓൾറെഡി ഇവർക്ക് ദൈവത്തെപ്പറ്റി ഇസ്രായേലിന്റെ ദൈവത്തെപ്പറ്റി പറഞ്ഞു കേട്ടുള്ള കേൾവി മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്നാലും വിശ്വസിക്കുന്നു അല്ലെ. അപ്പോ സിഡോണിന്റെ ഒക്കെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കെനാനിലെ അന്നത്തെ ദൈവം എന്ന് പറഞ്ഞാൽ ബാല് എന്നുള്ള ഒരു ദൈവമാണല്ലോ. ബാൽ എന്നുള്ള ദൈവം എന്ന് പറയുമ്പോ ആ ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല, പിശാചിന്റെ ഏജന്റ് അല്ലെ. കാരണം ദൈവം ഒന്നേ ഉള്ളൂ, നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം, സത്യവാനായ ദൈവം യേശുക്രിസ്തു, അല്ലാതെ വേറെ ദൈവമൊന്നുമില്ല. ട്രിനിറ്റി ഒന്നാണല്ലോ. അപ്പൊ അല്ലാതെ വേറെ ദൈവമൊന്നുമില്ല. അപ്പൊ ബാലെന്നൊക്കെ പറഞ്ഞത് പിശാചിന്റെ ഏജന്റ് അല്ലെങ്കിൽ പിശാച് തന്നെ. അപ്പൊ അതിന് ആ ദൈവം എന്ന് പറഞ്ഞ സോക്കോൾഡ് ദൈവം ബാലിന് എന്താ പറയാ, മനുഷ്യരെ ബലി കൊടുക്കുക എന്നുള്ളതാണ് അത് ബലിയായിട്ട് കൊടുത്തോണ്ടിരുന്നത്. മനുഷ്യ കുഞ്ഞുങ്ങളെ ബലി കൊടുത്തിരുന്നു ബാലിന് അല്ലെ. അപ്പൊ ഈ ഐഡിയൽ വർഷിപ്പുകാർക്കും ഇങ്ങനത്തെ ബാലിന്റെയും ഇങ്ങനത്തെ ഉള്ള ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, മാജിക്കും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം, ഈജിപ്തിന്റെ കാര്യം എടുത്തു നോക്കുവാണെങ്കിൽ ഫറവോയ്ക്ക് തന്നെ മജീഷ്യന്മാരുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പൊ മോസസിന്റെ സമയത്ത് മോസസ് 10 പ്രാവശ്യം പ്ലേഗ് കൊണ്ടുവന്ന ആ സമയത്തൊക്കെ അല്ലെ, മിറക്കിൾസ് കാണിച്ച സമയത്ത് ഈജിപ്തിന്റെ മജീഷ്യന്മാർക്കും 3 പ്രാവശ്യം ഇങ്ങനെ മിറക്കിൾ കാണിക്കാൻ പറ്റുമായിരുന്നു അല്ലെ, അടയാളം കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ബാലിന്റെ ഒക്കെ കൂട്ടത്തിലുള്ളവർക്കും ബാലിനെ ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ മാജിക് വഴി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ, ഇല്ലെന്ന് നമുക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ ഒരു കഴിവ് ഒരു പരിധി വരെ ഉള്ളതേ ഉള്ളൂ. പിശാചിനും വണ്ടേഴ്സ് ഉണ്ടാക്കാൻ സയൻസ് ഒക്കെ കാണിക്കാൻ പറ്റുമല്ലോ. നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ റെവലേഷന്റെ 16ലേക്ക് പോവുകയാണെങ്കിൽ, ചാപ്റ്റർ 16ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ ആന്റി ക്രൈസ്റ്റ് അല്ലെ, ആ എന്താ പറയുക, ആന്റി ക്രൈസ്റ്റിന്റെ ആ ഡ്രാഗന്റെ വായിൽ നിന്ന് സ്പിരിറ്റുകൾ വരും അല്ലെ, തവളകളെ പോലുള്ള സ്പിരിറ്റ്, അത് അവന്റെ സ്പിരിറ്റാ, ആന്റിക്രൈസ്റ്റ് സ്പിരിറ്റ്. ആ സ്പിരിറ്റുകൾക്ക് എന്താന്ന് വെച്ചാൽ അവർ പിശാചിന്റെ സ്പിരിറ്റ്, അവർക്ക് സൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെ ഉള്ള കഴിവുണ്ട്, മിറക്കിളുകളൊക്കെ ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു പരിധി വരെ അവർക്കും കഴിവുണ്ട് അല്ലെ. പരിധി വരെ നമുക്കറിയാം, പിശാചിന് അനോയിന്റഡ് ആയിട്ടുള്ള ചെറുപായിരുന്നല്ലോ, അവൻ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു അവൻ പിശാചിന്. പക്ഷെ ദൈവം കൂടെ ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളൂ അല്ലെ, അല്ലാതെ പിശാചിന്റെ കൂടെ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അവൻ ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നത്. അവൻ ശക്തിയുണ്ട്, അവന് ശക്തിയില്ലെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പറഞ്ഞാണ്, പിശാചിന്റെ സകല ശക്തിയുടെയും നമുക്ക് മെതിക്കാനുള്ള എന്താ പറയാ അതോറിറ്റി നമുക്ക് തന്നിരിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ. പാമ്പിനെയും തേളിനെയും പിശാചിന്റെ ശത്രുവിന്റെ സകല ശക്തിക്കും മെതിക്കുന്നതിന് വേണ്ടി അല്ലെ, അതിനുള്ള നമുക്ക് അതോറിറ്റി നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്.
അപ്പൊ അവന് ശക്തിയുണ്ട്, പിശാചിന് ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ സെറാഫത്ത് സിഡോന്റെ ഒക്കെ പാർട്ടായി നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ മജീഷ്യന്മാരെ കൊണ്ടായിരിക്കും. മജീഷ്യന്മാരൊക്കെ ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ? അതിനെപ്പറ്റി ബൈബിൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ സ്ത്രീ എന്താ പറയുക, അവളുടെ മുമ്പില് ദൈവം ചെയ്തു വലിയൊരു മഹത്തായ ഒരു കാര്യം, ഒരു മിറക്കിൾ അല്ലെ? അവള് അവസാനത്തെ ഭക്ഷണം കഴിച്ച അവസാനത്തെ എന്താ പറയാ അപ്പം നിന്നിട്ട് മരിക്കേണ്ടിരുന്ന സ്ത്രീക്ക് പിന്നെയും പിന്നെയും എന്താ പറയുക അപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള മാവ് കൊടുത്തിട്ടും പിന്നെ അവസാനം ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെ, ഇന്ന് ഞാൻ നീ ദൈവപുരുഷൻ എന്നു നിന്റെ നാവിലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഇതിനാൽ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു വലിയ ഒരു മിറക്കൾ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുക എന്നുള്ള മിറക്കളാണ്. അവൾ ഒരു പക്ഷെ കണ്ടിരിക്കുന്ന മജീഷ്യന്മാര് അല്ലെങ്കിൽ ബാലിന് കണ്ടിരിക്കുന്നത്. അപ്പൊ അവള് തന്നെ ഒരു ചോദ്യം ചോദിക്കുള്ളൂ, എന്റെ പാപങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ തന്നെ അല്ലെ? എന്താ ഞാനും നീയും തമ്മിൽ എന്ത്, എന്റെ പാപങ്ങളെ, എന്റെ പാപം ഓർമ്മിക്കേണ്ടത് എന്റെ മകനെ കൊല്ലേണ്ടതിന് ആകുന്നു നീ എന്റെ അടുക്കൽ വന്നെന്ന് പറയുന്നു അല്ലെ? അപ്പൊ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവര് ബാലിനെയൊക്കെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ആയിരുന്നായിരിക്കും ഒരു നേരത്തെ. പക്ഷെ ഇപ്പൊ അവർക്ക് യഹോവയെ പറ്റി പിടുത്തം കിട്ടി അല്ലെ? യഹോവയെ മനസ്സിലായി. അപ്പൊ അവര് നമ്മുടെ ദൈവത്തിലേക്ക് വന്നു അല്ലെ? ദൈവത്തിലേക്ക് അവര് ഹൃദയത്തെ അർപ്പിച്ചതായിരിക്കും ഒരുപക്ഷെ. അപ്പൊ അവര് ഈ ബാലിനെ പറ്റിയൊക്കെ അറിയാവില്ല. അപ്പൊ ബാലിനൊന്നും മനുഷ്യന് ജീവൻ കൊടുക്കാനുള്ള കഴിവില്ല. മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കാനും മനുഷ്യന്റെ ജീവനെ എടുത്തു കളയാനുള്ള കഴിവ് മാത്രമേ ബാലിനും പിശാചിനും ഉള്ളൂ അല്ലെ? പിശാചിന്റെ ഏജന്റാണല്ലോ ബാലെന്ന് പറഞ്ഞാല്. അപ്പൊ മനുഷ്യനെ നശിപ്പിച്ച് കളയാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ കൊല്ലാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ ബാലിന് അല്ലെ? കുഞ്ഞിന് ജീവൻ കൊടുക്കാനുള്ള കഴിവ് വരുന്നത് യഹോവയിൽ നിന്നാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ജീവൻ കൊടുത്തപ്പോൾ എന്താ പറയുക, എലീജാന്റെ അല്ലെ ഏലിയാവിന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഏലിയാവിനെ പറ്റി ഈ സ്ത്രീക്ക് ഇപ്പോ കൺഫർമേഷൻ ആയി അല്ലെ? നേരത്തെ ഫുഡ് കൊടുത്തു, അതുവാസ അപ്പൊ അവർക്കറിയാം ദൈവത്തിന്റെ എന്താ പറയുക, ദൈവത്തിൽ നിന്ന് വരുന്ന എന്താ പറയുക ഒരു പുരുഷനാന്നുള്ള അറിവുണ്ട് അല്ലെ? ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, ചിലപ്പോൾ ഒരു ഡൗട്ട് ഒക്കെ വന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇതോടുകൂടി തന്റെ മകന്റെ ജീവൻ തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറയുവാണ്, ഇത് നിങ്ങൾ ദൈവത്തിന്റെ, ജീവിക്കുന്ന ദൈവത്തിന്റെ സെർവന്റ് ആണ് നിങ്ങൾ, ദൈവത്തിന്റെ ദൈവ പുരുഷനാണ് നിങ്ങൾ എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഈ എന്താ പറയുക ഇസ്രായേലിന്റെ പാട്ട് പോലെ അല്ലാത്ത സ്ത്രീക്ക് മനസ്സിലാകുക. അപ്പൊ ഒന്ന് വിചാരിച്ചു, ദൈവം എലിയാവിനെ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ സ്ത്രീക്ക് വരുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. ഒന്നും തന്നെ സർപ്രൈസ് ആയിട്ട് ദൈവത്തിന് ഇല്ല അല്ലെ? എല്ലാം എല്ലാം ദൈവത്തിന് മുമ്പിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? ഒന്നും തന്നെ സർപ്രൈസ് ആയിട്ടില്ല. അപ്പൊ ദൈവത്തിന് അറിയാം ഈ സ്ത്രീയുടെ കുഞ്ഞിന് ജീവൻ കൊടുക്കുന്നത് എലീജ വഴി ദൈവം സാധിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ജീവൻ കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം അല്ലെ? ഈ സ്ത്രീക്ക്, വിധവയായ സ്ത്രീക്ക്, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്ക് ഒരു മാർഗവുമില്ല, ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെ? ഭയങ്കര വരൾച്ച, നാട്ടില് ഭയങ്കര വരൾച്ച, ജോലിയില്ല, കൂലിയില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ആഹാരമില്ല, ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെ? ഈ സ്ത്രീക്ക് ഒരു ജീവനായിട്ട് അല്ലെ, തന്റെ കുഞ്ഞു മരിച്ചുപോയ കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ വേണ്ടി ഈ സ്ത്രീക്ക് ഒരു ജീവിതമായിട്ട് അല്ലെ, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എലിയാവിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവത്തിന്റെ സെർവന്റിനെ ദൈവം ഉപയോഗിക്കുകയാണ് അല്ലെ? അപ്പൊ ജീവൻ കൊടുക്കുന്ന, ജീവിതം കൊടുക്കുന്ന മിനിസ്ട്രിയാണ് നമ്മുടെ ദൈവത്തിന്റെ മിനിസ്ട്രി. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമ്മളെ നശിപ്പിച്ചു കളയുന്ന, നമ്മളെ ജഡ്ജ് ചെയ്ത് നമ്മളെ എന്താ പറയുക കാരാഗ്രഹത്തിലിടുന്ന അല്ലെങ്കിൽ നമ്മളെ പാതാളത്തിലിടുന്ന മിനിസ്ട്രി അല്ല നമ്മുടെ ദൈവത്തിന്റെ മിനിസ്ട്രി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യർക്ക് ജീവൻ കൊടുക്കുന്നതിന് വേണ്ടി, സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ ജീവനെ വീണ്ടെടുത്തവനാണ് നമ്മുടെ യേശുക്രിസ്തു അല്ലെ? അപ്പൊ എലീജാന് അല്ലെങ്കിൽ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ച പോലെ നമ്മളെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ വാക്കിൽ ഒതുങ്ങി നിൽക്കുന്ന കിങ്ഡം അല്ല. ഇവിടെ ഇപ്പൊ ദൈവം ആ സ്ത്രീക്കുണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം അല്ലെ, പെട്ടെന്ന് വന്ന ഒരു ആവശ്യത്തെ ദൈവം മീറ്റ് ചെയ്യാണ്. അതിനെ സാധിച്ചു കൊടുക്കട്ടെ. ആ സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചു അല്ലെ? മരിച്ച ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ആവശ്യങ്ങൾക്ക് ദൈവം എന്താ പറയുക ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. അത് തന്നെയാണല്ലേ നമ്മുടെ യേശുക്രിസ്തു ചെയ്തതും അല്ലെ? നമുക്കറിയാം ഗോസ്പലുകൾ വായിക്കുമ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം, ഈ ലോകത്തിലെ പ്രവർത്തനം അല്ലെ, നമുക്ക് കാണാൻ പറ്റും. യേശു എങ്ങനെയാണോ തന്റെ മിനിസ്ട്രി ഈ ലോകത്ത് നടത്തിയത് അതുപോലത്തെ മിനിസ്ട്രി ആയിരിക്കും നമ്മൾ നടത്തേണ്ടത്
അല്ലെ? ദൈവം യേശുക്രിസ്തുവാണ് നമ്മുടെ ഉദാഹരണം. യേശുക്രിസ്തുവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ആ യേശുക്രിസ്തു നമ്മുടെ റെഫറൻസ്. അപ്പൊ യേശു എങ്ങനത്തുള്ള മിനിസ്ട്രിയാണ് നടത്തിയത്, അതുപോലത്തുള്ള മിനിസ്ട്രി ആയിരിക്കണം നമ്മൾ നടത്തേണ്ടിയിരുന്നത്, അല്ലെ? നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നത്. നമ്മൾ വെറുതെ വചനം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കറിയാം, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ, പുറത്ത് പോയി ലോകത്തിന്റെ അവസാനത്തോളം പോയി ശിഷ്യന്മാരെ ദൈവത്തിന് വേണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അത് ഗ്രേറ്റ് കമാൻഡ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിന്റെ 28 നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അത് വാസ്തവം. പക്ഷേ അപ്പൊ അതിന് നിങ്ങൾ സംസാരം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾ വെറുതെ വചനം കൊണ്ട് മാത്രം വെറുതെ ഇങ്ങനെ നിങ്ങൾ പ്രസംഗിച്ചാൽ മാത്രം മതി എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, അല്ലെ? നമ്മൾക്ക് ഏത് രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഏത് രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിക്കത്തല്ല പറഞ്ഞത്. നമ്മൾക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ദൈവമായ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിൽ നിന്നും അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിയിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. നമ്മുടെ യേശു എങ്ങനെയാണ് മിനിസ്ട്രി ചെയ്തിരുന്നുള്ള കാര്യം എന്താ പറയാ, നമ്മുടെ ഗോസ്പലുകളിലേക്ക് 4 ഗോസ്പൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ മത്തായിന്റെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. മത്തായി സുവിശേഷത്തിന്റെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 23 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നിന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ മിനിസ്ട്രിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, അങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കാപോളിസ്, യെരുശലേം, യഹൂദ, ജോർദാൻ അക്കരെ എന്നിവിടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പൊ യേശുവിനെ പിന്തുടരുവാന്ന് വിചാരിച്ചോണം. അപ്പൊ നമുക്കറിയാം, യേശു ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ, സിനഗോഗുകളിൽ, അല്ലെ? പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ചിനെ പറ്റിയല്ല പറയുന്നത്, സിനഗോഗ്, ജൂതന്മാരുടെ സിനഗോഗിനെ പറ്റി ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു, അല്ലെ? അതോടൊപ്പം തന്നെ ജനത്തിലുള്ള സകല ദീനക്കാരും വ്യാധിക്കാരും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ അതാണ് നമ്മുടെ ദൈവത്തിന്റെ മിനിസ്ട്രി, അല്ലെ? എങ്ങനെയായിരുന്നു? സംസാരിക്കും, പ്രീച്ച് ചെയ്യും, ദൈവത്തിന് കിങ്ഡത്തെ പറ്റി പറയും. അതോടൊപ്പം തന്നെ പിശാചിന്റെ ദുരാത്മാക്കളെ ഓടിക്കും, സൗഖ്യമാക്കപ്പെടാൻ ഉള്ള ആൾക്കാരെ സൗഖ്യമാക്കപ്പെടുത്തും, സകല വിധത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവരെയും സുഖപ്പെടുത്തും. അതേ പാറ്റേൺ ആണ് പീറ്ററും പോളും, അല്ലെ? ജെയിംസും ജോണും എല്ലാം അഡോപ്റ്റ് ചെയ്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അല്ലെ? നമ്മളും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെയൊക്കെ ചർച്ചുകളിലും, മിക്കവാറും തന്നെ ചർച്ചുകളിലും, എല്ലാ ചർച്ചിലും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു 100% നമ്മുടെ ചർച്ച എടുത്ത് നോക്കുമ്പോൾ 80% ചർച്ചകൾ നടക്കുന്ന കാര്യം ഇതാ. എന്താ പറയുന്നത്? പ്രീച്ചിങ് മാത്രമേ ഉള്ളൂ. അവിടെ മിറക്കിൾസ് ഇല്ല, ഹീലിങ്സ് ഇല്ല, ഡീമൺസിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല, ഒന്നുമില്ല. വെറുതെ വചനം സംസാരിക്കുക മാത്രം ഉള്ളൂ, അല്ലെ? പക്ഷെ 20% ചർച്ചുകളിൽ എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് തന്നെ ദൈവത്തിന്റെ യേശുക്രിസ്തു ചെയ്ത പോലെ തന്നെ മിനിസ്റ്ററി നടക്കുന്നുണ്ട്, അല്ലെ? ഹീലിങ്ങുകളും കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അളവ് വളരെ കുറവാണ്, അല്ലെ? പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കും ആൾക്കാര് പിന്നെ യേശുവിലേക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ കൃപയാണ്, അല്ലെ? ദൈവത്തിന്റെ സ്വന്തം മക്കളെ തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ദൈവം ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരോട്, ഇപ്പൊ സൗദി അറേബ്യയും ദുബായും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള അറബ് കൺട്രീസിലുള്ള ആൾക്കാരോട് ദൈവം സ്വപ്നം വഴി സംസാരിക്കുന്നുണ്ട്, എന്താ പറയുക, വിഷൻ വഴി സംസാരിക്കാറുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്നാ പിന്നെ അങ്ങനെ സംസാരിച്ചോളുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ഗോസ്പൽ ഷെയർ ചെയ്യാതിരിക്കുന്നത് ശരിയാണ് അല്ല, അല്ലെ? അപ്പം എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ദൈവം ഈ പാറ്റേൺ ഉപയോഗിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ സുഖപ്പെടുത്തുക, എന്താ പറയാ, പിശാചിന്റെ ദുരാത്മാക്കളെ ശരീരത്തിൽ നിന്ന് ഓടിക്കാനൊക്കെ ഉപയോഗിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സൗഖ്യം, അല്ലെ? അനുഭവിക്കാത്ത ഒരു തരത്തിലുള്ള സൗഖ്യം, സമാധാനവും, അല്ലെ, തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അവർ ഓട്ടോമാറ്റിക്കലി ഇത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അവർക്ക് വേണ്ടി മിനിസ്ട്രി ചെയ്യുന്ന ആളോട് ചോദിക്കാതിരിക്കുവോ? ഇപ്പൊ നമ്മളെ വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ വഴിയാണ് ദൈവം ചെയ്യുന്നെങ്കിൽ ആ പാസ്റ്ററോട് ചോദിക്കാതിരിക്കുവോ, ഇതെങ്ങനെ സാധിക്കുന്നത്? അപ്പൊ നമുക്ക് പറയാനുള്ള വാക്കുണ്ട്, നമ്മുടെ ദൈവം, അല്ലെ? യേശുക്രിസ്തു, അല്ലെ? യേശുക്രിസ്തു എന്തെല്ലാം ചെയ്യുന്നത്? യേശുക്രിസ്തു ആണ് നിങ്ങളെ സൗഖ്യമാക്കിയത് എന്ന്
പറയാൻ ഒരു വാതിൽ നമുക്ക് തുറന്ന് കൊടുക്കുക ചെയ്തത് അല്ലെ. അപ്പൊ അവര് ഇപ്പൊ ഒന്ന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഒരു ക്യാൻസറൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സുഖപ്പെട്ട് കഴിയുമ്പോൾ അവര് തങ്ങൾക്ക് കിട്ടിയ ആ ഒരു എന്താ പറയുക ആ ഒരു അനുഭവം അവരത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. അവർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും അല്ലെ. അപ്പൊ അതുപോലുള്ള അസുഖത്തിൽ നിന്നൊക്കെ ദൈവം വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം അത് സ്പ്രെഡ് തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിന് മാർക്കോസ് സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു കാര്യമാണ്. ഈ ലെപ്രസി ഉണ്ടായിരുന്ന ഒരു വ്യക്തി യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുക, ലോർഡ് അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പൊ കുഷ്ഠമുണ്ടായിരുന്ന വ്യക്തി കുഷ്ഠരോഗിയല്ല. അപ്പൊ യേശുക്ക് സാധ്യം ചെയ്യുന്ന കുഷ്ഠരോഗിയെ ടച്ച് ചെയ്യുന്നത് തൊടുന്നു. അതിനുശേഷം പറഞ്ഞു എനിക്ക് എന്താ പറയാ താല്പര്യമാണ്, ഞാൻ വില്ലിംഗ് ആണ്, നീ സുഖപ്പെടും അല്ലെ. അങ്ങനെ പറയുമ്പോഴേക്കും ആ വ്യക്തി സുഖപ്പെടുക എന്ത് ചെയ്യുക. പക്ഷെ യേശു അപ്പോഴേക്കും പറഞ്ഞു നീ ആരോടും പോയി പറയരുതെന്ന് പറയുന്നു. പക്ഷെ ആ വ്യക്തി അവിടെ മിണ്ടാതിരുന്നു. ഇല്ല, അയാൾ ലോകം മുഴുവൻ ചെന്ന് പറഞ്ഞു. കാരണം അയാളുടെ ജീവിതത്തിൽ വാസ്തവമാണ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു പ്രവൃത്തിയെ പറ്റി അയാൾക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ നമുക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. നമ്മൾ ആരോടെങ്കിലും പോയി പറഞ്ഞു പോകത്തില്ലേ. അതുപോലെയാണ്. അപ്പൊ ദൈവം ഈ ഹീലിങ്ങും മറ്റുള്ളവരെ സുഖപ്പെടുത്തുക എന്നുള്ളതും മിറക്കിളുകൾ ചെയ്യുക എന്നുള്ള സയൻസും വണ്ടേഴ്സ് എല്ലാം ദൈവം ഉപയോഗിച്ചു അല്ലെ. ഡീമൺസിനെ ഓടിക്കുക എന്നുള്ള കാര്യം, പിശാചിന്റെ ദുരാത്മാക്കളെ ഓടിക്കുക എന്നുള്ളത് ദൈവം ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നവരാകട്ടെ നമ്മൾ അല്ലെ. എലൈജയ്ക്ക് എന്താ പറയുക, എലൈജ അല്ലെങ്കിൽ എന്താ പറയുക ഏലിയാവ് ആ സ്ത്രീക്ക് സഹായിയായിട്ട് തീർന്ന പോലെ നമ്മളുടെ ചുറ്റും കാണുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തനത്തിനുള്ള ഒരു സഹായമായിട്ട് നമ്മൾ തീരട്ടെ. അതിനുള്ള ഒരു ആൻസറായി നമ്മൾ തീരട്ടെ അല്ലെ. അവർക്ക് ദൈവം അയക്കുന്ന അവരുടെ ജീവിതത്തിലേക്കൊക്കെ സൊല്യൂഷനായി തീരട്ടെ. നമ്മളെ റിവൈവലായി തീരട്ടെ. റിവൈവൽ നമ്മളിൽ നിന്ന് തുടങ്ങി മറ്റുള്ളവർക്കുള്ള റിവൈവലായിട്ട് നമ്മളെ ദൈവം തീർക്കട്ടെ അല്ലെ. ഇപ്പോഴത്തെ എന്താ പറയുക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ നമ്മള് മിക്കവാറും സ്ഥലങ്ങളിൽ വചനം കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. പക്ഷേ വചനം നമ്മളൊരു 10 പ്രാവശ്യം നമ്മൾ പറയുന്ന വ്യക്തികളുടെ മുമ്പിലും ഒരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ ഒരു ടച്ച് വന്നു കഴിയുമ്പോൾ അങ്ങനെ വചനം കേട്ടിട്ടും മനസ്സ് കുലുങ്ങാത്ത ആൾക്കാരുടെ എന്താ പറയണേ മനസ്സ് കുലുങ്ങ തന്നെ ചെയ്യും അല്ലെ. ദൈവം ഉപയോഗിച്ചാണ്. വചനത്തിന് ശക്തിയില്ല എന്നല്ല പറയുന്നത്. വചനം ഇരുതല മൂർച്ചുള്ള വാളാണ്. വചനം മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താ പറയണേ അത് ആ വ്യക്തി രക്ഷിക്കപ്പെടത്തുള്ളൂ. അത് വാസ്തവം. പക്ഷെ ആ വചനം കേൾക്കാൻ അല്ലെ, വചനം കേൾക്കാനുള്ള ഒരു വാതിലായിട്ട് ഈ സൗഖ്യങ്ങളും എന്താ പറയുക ആത്മാക്കളെ ഓടിക്കുന്നു അതൊക്കെ അത് വചനം കേൾക്കാനുള്ള ഒരു വാതിലായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി ദൈവത്തിന് ആൾക്കാരുടെ ആവശ്യമുണ്ട്. ഏലിയാവിനെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം ഉപയോഗിച്ചെങ്കിൽ നമ്മളെയും ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ പറയുക വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ തയ്യാറാണ് ദൈവം യേശുവേ, ഞാൻ തയ്യാറാണ് എന്ന് പറയാനും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി എന്തൊക്കെ എന്താ സഹിക്കേണ്ടി വന്നാലും അഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനും അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് താണ ഹൃദയമുള്ള ഒരു വ്യക്തികളായിക്കൊണ്ട് അഹങ്കാരമൊന്നുമില്ലാതെ ഒരു വ്യക്തികളായിക്കൊണ്ട് ദൈവത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ അഭിഷേകം ചെയ്യാനും നമ്മൾ വഴി വർക്ക് ചെയ്യാൻ ദൈവത്തെ താല്പര്യമാണ്. കാരണം ദൈവത്തിന്റെ കിങ്ഡത്തിൽ അധികം ആൾക്കാരില്ല വർക്ക് ചെയ്യാൻ. അപ്പൊ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക. കർത്താവേ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ വരാൻ തന്നെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഹൃദയം തന്നെ കർത്താവ് അങ്ങനെ ഫോളോ ചെയ്യാനും അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ കർത്താവ് ഈ കിങ്ഡത്തിന്റെ വർക്ക് ഈ ലോകത്ത് നടത്താനുമായിട്ട് താങ്ക് യു സോ മച്ച് കർത്താവേ. ഞങ്ങളുടെ ജഡത്തിന്റെ താല്പര്യം അനുസരിച്ച് കർത്താവേ അങ്ങയുടെ കിങ്ഡത്തിന്റെ വർക്ക് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കട്ടെ. അങ്ങയുടെ താല്പര്യം അനുസരിച്ച് ഹോളി സ്പിരിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്ന അനുസരിച്ച് അങ്ങയുടെ വർക്ക് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. യേശുവൻ നന്ദി. അങ്ങയുടെ നാമത്തെ സകലത്തിലും മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന സകല വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. യേശുവൻ നാമത്തിൽ ആമേൻ. കേട്ടോണ്ടെന്ന് ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.